ഹൈ, ഐ ആം HKM. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും തുടങ്ങാൻ പോകുന്നവരുമായിട്ടുള്ള ആൾക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഐ ആം HKM എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലായിട്ട് ഒന്നുകൂടി സ്വാഗതം. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഒരു യൂട്യൂബ് ചാനലല്ലേ, ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാനും കുറച്ച് ആൾക്കാർ കാണാനൊക്കെയാണ് ഇത്ര നമുക്ക് പാട്. പക്ഷെ നമ്മൾ കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഒരിക്കലും നമുക്ക് ആക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് 2017 ഞാൻ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് അന്നാണ് വീട്ടിൽ ഒരു ഫോൺ കിട്ടിയത്. അന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലല്ല, യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അന്ന് എന്റെ ഇമെയിൽ ഐഡി വെച്ച് ഞാൻ ഇമെയിൽ ഐഡി ഉണ്ടാക്കി അന്ന് ഞാൻ യൂട്യൂബിൽ സെറ്റ് ചെയ്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2023 അപ്പൊ നമുക്കൊരു ആഗ്രഹം എന്താണ്, ഒരു യൂട്യൂബർ ആവണം, എനിക്ക് യൂട്യൂബർ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ശ്രമിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങളൊന്ന് പിന്നെ ശ്രമിക്കാം. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചു. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാം അതിനെ നമ്മൾ ടൈറ്റിൽ, തമ്പനെയിൽ, അതുപോലെ യൂട്യൂബിന് കുറെ കാര്യങ്ങൾ നമുക്ക് വെറുതെ ബാനർ, നമുക്ക് നമ്മുടെ പ്രൊഫൈൽ, തമ്പനെയിൽ, ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ, ടാഗ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ഉണ്ടാക്കിയാൽ അതിനൊരു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ ഈ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതൊക്കെ ചെയ്ത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് യൂട്യൂബ് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ്. അത് ഇപ്പം എൻ്റെ നിലവിലിപ്പം എനിക്ക് എൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കൊണ്ട് ഞാൻ ഒരു 147 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് അതിൻ്റെ ബിഗ് താങ്ക് യു ഞങ്ങളുടെ എല്ലാവരോടും. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇത്ര സബ്സ്ക്രൈബേഴ്സ് അല്ല പെട്ടെന്ന് ആക്കാനൊക്കെ പറ്റും. പക്ഷേ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യണമല്ലോ. നമ്മൾ ഒരു കാര്യം പഠിക്കാനും എന്ത് കാര്യം ചെയ്യാനും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണം. എന്നാലും നമുക്കൊരു കാര്യം വെറുതെ ഇന്നാവും അല്ലെങ്കിൽ നാളെ ആവും എന്ന് പറയാൻ നമ്മൾ കുറേ നാൾ അതിന് വേണ്ടി ചെയ്താലാണ് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 വ്യൂസ് കിട്ടി നിങ്ങൾ അത് തള്ളിക്കളയരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എനിക്ക് അങ്ങനെയാണ്. ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ ഞാൻ കാണുന്ന പോലെ 1K അല്ലെങ്കിൽ 2K പോലും എൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ കുറേ വീഡിയോ ഇല്ലാണ്ട് ഞാൻ വിഷമിച്ച് ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഞാൻ ഇന്നത്തെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലെവലിൽ അത്രയൊന്നും എനിക്ക് പോരാ, ഞാൻ ഇനിയും പിടിക്കും, കുറച്ചും കൂടി എനിക്ക് നല്ല വ്യൂസ് പിടിക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ കണ്ടിന്യൂസ് നല്ല കണ്ടന്റും അതുപോലെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ടാണ് എനിക്ക് 1K. എനിക്ക് ലേറ്റസ്റ്റ് എനിക്ക് പോപ്പുലർ കയറിയിട്ടുള്ളത് 3.8K വരെ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് അധികം വ്യൂസൊന്നും കിട്ടുമൊന്നുമില്ല. നമുക്ക് 5 വ്യൂസ് 10 വ്യൂസ്, എനിക്ക് തന്നെ 2 വ്യൂസ് 3 വ്യൂസ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനോർത്തും അങ്ങനെ നമ്മൾ തളരും. ഒരു കാരണവശാലും നമ്മൾ ഇത്ര വ്യൂസ് കിട്ടിയില്ലെന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ അത് നീ വേണ്ട, നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടാകും, നമുക്ക് ഒന്നും കിട്ടൂല, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തളരാണ്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. നല്ല ഷോർട്സ് ഇട്ടു. അതുപോലെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഷോർട്സിനാണ് വ്യൂസ് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് കുറേ നാൾ ഇട്ട് ട്രൈ ചെയ്ത് നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 50-150 അങ്ങനെ വ്യൂസ് കയറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരിക്കലും കയറില്ല. പിന്നെ ഞാൻ കുറേ കോമഡികൾ ചെയ്തു. ഞാൻ കുറേ എൻ്റെ വീട്ടടുത്ത് ഞാൻ എപ്പോഴും ഞാൻ ഒരു വൈകുന്നേരമാകുമ്പോൾ ഞാൻ കുറച്ച് ഡാൻസ് കളിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടാന്മാരെയൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഒരു ദിവസം ട്രോളാക്കി കഴിഞ്ഞാൽ അത് നല്ല വീഡിയോ കുറച്ച് വ്യൂസ് കയറിയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനനുസരിച്ച് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്ത് കണ്ടന്റാണ് യൂട്യൂബിൽ ഇടാറുള്ളത്. ഞാൻ പല ഇതിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഞാൻ വലിയൊരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റാണ്. അതുപോലെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. അതുപോലെ ഞാൻ ട്രാവൽ വ്ലോഗ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടുക്കിയിലൊക്കെ പോയി ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് വ്ലോഗ്. അതിനുമുമ്പ് ഞാൻ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ ഇതുപോലെ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ നമുക്ക് അറിയാമാവുമല്ലോ. അപ്പം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെന്നെ അറിയാം.
പുറത്തുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊന്നും നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം സൗണ്ട് ഇല്ലാണ്ട് ഞാൻ കുറച്ച് മ്യൂസിക് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ അടുത്താണ് ഞാൻ ഇടുക്കി പോയപ്പോൾ ഒരു വീഡിയോ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സംസാരിച്ച് ഞാൻ വീഡിയോ ഇട്ടേക്കണം ആദ്യമായിട്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ. അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പല ആൾക്കും ഉള്ള കാര്യങ്ങളാണ് ഈ എഡിറ്റിങ്, അതുപോലെ എഡിറ്റ് ചെയ്യണ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെ കുറെ പരിപാടി നമുക്ക് ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, അതുപോലെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് വണ്ടികളോട് ഭയങ്കര ക്രേസ് ആണ്. അതുപോലെ എനിക്ക് ഇപ്പൊ യൂട്യൂബ് വീഡിയോസിനോട് ഭയങ്കര ക്രേസ് ആയി എനിക്ക്. അപ്പൊ ഞാൻ ഇതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ അത് നമുക്ക് കുറെ അധികം ഫീച്ചേഴ്സ് ആ ആപ്പിലുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനും അതിനകത്തുണ്ട്. നമുക്ക് അതിന്റെ വാട്ടർമാർക്ക് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ക്യാഷ് ഒന്നും കുഴപ്പമില്ല. ഒരു ആഡ് എങ്ങോട്ട് കണ്ടാൽ നമുക്ക് എല്ലാം ഒരു ആഡ് നമ്മൾ ആ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ആഡ് കാണും, ബാക്കി ഒന്നിനും ആഡില്ലാട്ടോ നമുക്ക്. പിന്നെ അതുപോലെ കുറച്ച് ഞാൻ നോയിസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഒരു ട്രൈപോഡ് പഠിച്ചിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വെച്ചേക്കുന്ന ഞാൻ സ്റ്റാൻഡ് ഒരു ട്രൈപോഡിലാണ്. അത് അടിപൊളി ഒരു ട്രൈപോഡാണ്. ഡിജിടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ട്രൈപോഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രൈപോഡായിരുന്നു അത്. അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ ഇടുക്കി പോയപ്പോഴൊക്കെ ഇതിലാണ് എടുത്തത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ഇത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് പലതരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇത്ര ഡിഗ്രി ശരിക്കും ഞാൻ ഈ കാണുന്നത് ഇങ്ങനെയാണ് ഫോൺ വെച്ചേക്കാനായിട്ട്. ഞാൻ ഫോൺ വെച്ചേക്കാനായിട്ട് അതുപോലെ നമുക്ക് പല സൈസിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പം അതിൻ്റെ ലെഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി നമുക്ക് ആ റബ്ബർ നമുക്ക് അതിൻ്റെ അടിയിലുള്ള റബ്ബർ നമുക്ക് അപ്പം നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഹൈറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലത്തെ ഒരു ജോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാം. പല ഇതിനകത്ത് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഉപയോഗിച്ചാണ് ഈ സാധനം. സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ട് സ്റ്റുഡൻസ് ആയിരിക്കും ഞാൻ ഇത് നമുക്ക് ഇവിടെ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് വേറെ വെറൈറ്റി സാധനമാണ്. ഇതിങ്ങനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും വടി എന്തെങ്കിലും സാധനം നടത്തുന്നത് ഇങ്ങനെ കട്ടിയുള്ള ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇവിടെ കയ്യിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ക്ലിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തായിരുന്നു കുറേ നാൾ. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ അറ്റത്താണ് ഇതാണ് ഈ സാധനം. ഇവിടെ കുറച്ച് ഈ നമ്മുടെ ഫോണിൻ്റെ 4 എഡ്ജ് വെക്കാനുള്ള സംഭവമാണ് ഈ സാധനം. ഫോണിൽ മുട്ടുന്ന സംഭവം. അപ്പോൾ ഇത് ഫോണിൽ മുട്ടി ഈ സാധനത്തിൻ്റെ ആ റബ്ബർ ഫോണിൽ മുട്ടി ഒരഞ്ഞ് തീരും. അപ്പോൾ പിന്നെ ഇത് കൂടുതലുണ്ടായി പോയി. പിന്നെ അതിൻ്റെ ആ ഈ റെഡ് സാധനം കണ്ടിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ തന്നെ പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫോണിൻ്റെ മുകളിൽ മൊത്തം ഈ സംഭവം മനസ്സിലാക്കി കളഞ്ഞു. പക്ഷെ നല്ല സാധനമാണ്. നമുക്ക് നമുക്ക് ഇത് വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. നമുക്ക് ഇതിങ്ങനെ അതുപോലെ ഇത് കുറച്ചും കൂടി ഒരു ബെൻഡാണ്. ഇതാണ് ഇങ്ങനെ ഒരു ബെൻഡാണ്. ഒരു ഷോപ്പ് പോലെ അതൊരു സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല. പിടിക്കണം കുറച്ച് കംഫോർട്ടബിളാണ്. പക്ഷേ ഇത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഈ സംഭവം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റ് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ഞാൻ ട്രൈപോഡ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ആ ട്രൈപോഡ് എനിക്ക് അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ